മണിക്കുട്ടിയെ. ആർദ്രമായ ശബ്ദം കാതുകളിൽ പതിഞ്ഞു. കൂടെ ചെറുനിശ്വാസം പിൻകഴുത്തിൽ തട്ടി. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയതും അവൻ്റെ അതരങ്ങൾ അവളുടെ നെറ്റിയിൽ ചേർന്നു കഴിഞ്ഞിരുന്നു. മണി തരിച്ചു നിന്നു. അവൻ വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. നീ എന്തൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, ആര് പറഞ്ഞു എന്ന് പറഞ്ഞാലും, ഇന്ന് നീ ചെയ്തത് എന്നെ സംബന്ധിച്ച് ഒരുപാട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് മണി. എന്നോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാതെ ഇറങ്ങിപ്പോയത് എൻ്റെ കണ്ണിൽ എൻ്റെ ഒരു കഴിവുകേട് തന്നെയാണ്. നിൻ്റെ ഏട്ടൻ അത്രയും വിശ്വസിച്ച് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഒരു രാവ് പുലരും മുന്നേ നീ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതെൻ്റെ മാത്രം തെറ്റല്ലേ? അങ്ങനെയല്ലേ ആരായാലും കരുതുക? വളരെ ശാന്തമായി പുഞ്ചിരിയോടെയായിരുന്നു അവൻ്റെ സംസാരം. എങ്കിലും അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഉള്ളിൽ ദേഷ്യം കൊണ്ട് വെട്ടി വിയർക്കുന്ന ഒരു നന്ദനെ. തനിക്ക് വേണ്ടി മാത്രം ഇങ്ങനെയൊരു മുഖംമൂടി എടുത്തണിഞ്ഞ നന്ദനെ. അവളുടെ കണ്ണുകൾ പതിവിലും കൂടുതൽ പെയ്തു. അവൾ കരച്ചിലോടെ അവനെ തന്നെ കെട്ടിപ്പിടിച്ചു. സോറി, അറിയാതെ പറ്റിപ്പോയതാ. ഇനിത് ചെയ്യില്ല, സത്യം. എന്നോട് പെണ്ണല്ലേ? സങ്കടം കൊണ്ട് അവളുടെ സ്വരം ഇടറിയിരുന്നു. അവൻ ചെറുപുഞ്ചിരിയോടെ അവളുടെ മുടിയിലൊന്ന് തലോടി. ഇതാദ്യത്തെ തവണ ആയതുകൊണ്ട് മാത്രം ഇപ്രാവശ്യത്തേക്ക് ഞാനൊരു ഇളവ് തരികയാണ്. ഇനിയും ഇങ്ങനെ വല്ലതും ചെയ്യാനാണ് ഭാവമെങ്കിൽ എന്നെ അറിയാലോ, എൻ്റെ മണിക്കുട്ടിയാണെന്നൊക്കെ ഉള്ളത് ഞാനങ്ങ് മറക്കും. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ അവളൊന്ന് തല ഉയർത്തി നോക്കി. മൂക്ക് വലിച്ചുകൊണ്ട് മെല്ലെ തലയാട്ടി. സത്യമായിട്ടും ഞാൻ ദേഷ്യം പിടിപ്പിക്കില്ല, ഒഴിവാക്കില്ല കേട്ടോ. പരിധിയില്ലാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവൻ മെല്ലെ അത് തുടച്ചുകൊണ്ട് ഇരു കണ്ണിലും ചുണ്ടമർത്തി. എങ്കിലീ കരച്ചിലൊന്ന് നിർത്തിക്കേ. ഈ കണ്ണീര് കണ്ടിറങ്ങിയ ഒരു സമാധാനം കിട്ടില്ല. കണ്ണുറക്കേ. അവൾ വേഗം തന്നെ ഇരു കണ്ണുകളും കണ്ണുനീരിൽ കുതിർന്ന കവിളുകളും അമർത്തി തുടച്ചുകൊണ്ട് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ ഉഷാറായി നിൽക്കണം. ഞാൻ പോയി വരട്ടെ? അവളുടെ കവിളുകളെ മെല്ലെ തലോടിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. അവൻ കുനിഞ്ഞുകൊണ്ട് ആ ചുടികളിൽ കുഞ്ഞു ചുംബനം നൽകി ഇറങ്ങി. അവൻ്റെ കൂടെ തന്നെ ഉമ്മറത്തേക്ക് അവളും ഉണ്ടായിരുന്നു. അവൻ്റെ വണ്ടി കണ്ണിൽ നിന്നും മായും വരെ അവളത് നോക്കി നിന്നു. ആദ്യ നാളുകളുടെ സ്വരച്ചേർച്ചൊക്കെ പതിവാ മോളെ. എൻ്റെ ഏട്ടൻ്റെ അവസ്ഥ എന്തായിരുന്നു? എന്നും അടിയല്ലേ. എപ്പോഴും വഴക്ക് തീർക്കാൻ വന്നിരുന്നത് നിൻ്റെ അച്ഛനായിരുന്നു. പിന്നെ ആൾ 2 ദിവസം എന്നെ വീട്ടിൽ കൊണ്ടുപോയി. അതോടെ കഴിഞ്ഞ് വഴക്കല്ല. പിന്നെ വഴക്ക് കൂടിയാൽ പോലും 1 മണിക്കൂർ അതിനുള്ളിൽ തീർക്കും. അമ്മ പുഞ്ചിരിയോടെ പറയുന്നത് മണി അത്ഭുതത്തോടെ നോക്കി നിന്നു. നിങ്ങൾക്കിടയിൽ അതൊന്നും ഇല്ലല്ലോ. അത് തന്നെ ആശ്വാസമാണ്. നിനക്കൊന്നും ഓർമ്മ കാണില്ല. ചെറുപ്പത്തിൽ തന്നെ ഉറപ്പിച്ച് വെച്ചതാണ് നിൻ്റെയും നന്ദൻ്റെയും കല്യാണം. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് കണ്ട് അത് വേണ്ടാന്ന് വെച്ചതാ. അങ്ങനെ ആയിരുന്നല്ലോ രണ്ടും. അമ്മ ചിരിയോടെ ഓർത്തു. അപ്പോഴേക്കും അവളുടെ ചിന്തകൾ ആ കാലത്തിലേക്ക് യാത്ര തിരിച്ചിരുന്നു. ഡേ, മുഖത്തേക്ക് വെള്ളം കമിഴ്ത്തി ഓടുന്നവളെ ദേഷ്യത്തോടെ നോക്കുന്ന നന്ദൻ. നിന്നെ എൻ്റെ കൈ കിട്ടുവടി, അന്ന് തീർത്തു തരാൻ എൻ്റെ അഹങ്കാരം. അവൻ വിളിച്ചു പറയുന്നത് കേട്ട് മണി ഒന്ന് ചുണ്ടുകൊട്ടി. പിന്നെ ഇനി വന്നാൽ മതി, ഞാനും പറഞ്ഞു കൊടുക്കും കുളപ്പടവിൽ വെച്ചാൽ മുകിലിനോട്. പറഞ്ഞു തീരും മുന്നേ അവൻ അവളുടെ അടുത്തേക്ക് ഓടി വന്നിരുന്നു. അമ്മേ! പേടിച്ച് അമ്മയെയും വിളിച്ച് പട്ടുപാവാട പൊക്കി പിടിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന മണിയെ കണ്ണുകൾ കുറിപ്പിച്ചുകൊണ്ട് നോക്കി നന്ദൻ. അഹങ്കാരി, അഹങ്കാരം നിങ്ങളുടെ കെട്ടിയോക്ക്. ഓടുന്നതിനിടയിലും അവൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മോളെ, ആ സ്റ്റൗ ഒന്ന് ഓഫാക്ക്. പെട്ടെന്ന് അമ്മയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ സ്വപ്നത്തിൽ നിന്നും ഉണർന്നത്. ഒരു ഞെട്ടലോടെ അമ്മയെ നോക്കി ഒരു പരുങ്ങലോടെ സ്റ്റൗ ഓഫാക്കി. നീ ഇത് ഏത് ലോകത്താ മോളെ? അമ്മ ചുണ്ടിൽ പുഞ്ചിരി ഒളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അവളെ ഏട്ടൻ്റെ അടുത്താമ്മ, സ്കൂളിൽ പിള്ളേരെ ഫിസിക്സ് പഠിപ്പിക്കുകയാവും. പെട്ടെന്ന് പാറുവിൻ്റെ ശബ്ദം കേട്ട് 2 പേരും ഒരുപോലെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആപ്പിളും കടിച്ച് വരുന്നുണ്ടാൾ. ആഹാ, വന്നല്ല വനമാല. ഇന്നെന്തായിരുന്നു പ്രശ്നം? എന്ത് കുർത്തക്കേട് ഒപ്പിച്ചിട്ടുള്ള വരവ അമ്മയുടെ മോള്? എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറാൻ നിൽക്കേണ്ട, കൈ കാലി ഞാൻ തല്ലിയൊടിക്കും. അമ്മയുടെ ഭീഷണി. അത് കേട്ടതോടെ പാറുവിൻ്റെ ചുണ്ട് ഓർത്തു. കുരുത്തക്കേട് ഒപ്പിച്ചാൽ മാത്രമേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അതാണല്ലോ പതിവ്. അമ്മ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചു. പാറു മുഖം തിരിച്ചുകൊണ്ട് അടുക്കളയിലെ സ്ലാബിൽ കയറിയിരുന്നു. എന്നെ അങ്ങനെ കൊച്ചാക്കണ്ട. മുത്തശ്ശി കല്യാണത്തിന് പോയതാ. ഞാൻ തനിച്ചാകൂ എന്ന് കരുതി ഇങ്ങോട്ട് വിട്ടതാ, അല്ലാതെ ആര് കരുതി ഇങ്ങോട്ട്. പാറു ഒന്ന് പുച്ഛിച്ചതും അമ്മ കയ്യിലിരുന്ന കത്തി കൊണ്ട് അവളുടെ കയ്യിലൊന്ന് തട്ടി. പാറു എരിവ് വലിച്ചുകൊണ്ട് അമ്മയെ കൂർപ്പിച്ച് നോക്കി. ഇങ്ങനെ നോക്കിയാൽ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പെമ്പിള്ളേരായ പറയുന്ന വാക്കി ശ്രദ്ധ വേണം. അതെങ്ങനെയാ? അച്ഛൻ്റെ അല്ലേ മോള്, നാക്കിന് ലൈസൻസ് കാണില്ല. അമ്മയുടെ മോനുണ്ടല്ലോ. അച്ഛൻ പറയുന്നത് ശരിയാ. ഏട്ടൻ അമ്മയുടെ സ്വഭാവം തന്നെയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല്ല്. പാറു മുഖം തിരിച്ചതും ഇപ്രാവശ്യം ആരും കാണാതെ മണി അവളുടെ കയ്യിലൊന്ന് പിച്ചി. പാറു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും അവളെയും നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് നിൽക്കുന്ന മണി.
ആഹാ, ഭർത്താവിനെ പറഞ്ഞപ്പോൾ പൊള്ളിയല്ലോ. എല്ലാം കണക്കാം. ഞാൻ മാത്രം പുറത്ത്. മണി വന്ന വഴി മറക്കരുത്. നീ ഗഡോൾഗേജിൻ എന്ന് പറഞ്ഞ് അങ്ങേരുടെ ഉറക്കം കെടുത്തിയപ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സങ്കടമുണ്ട്. ഇല്ലാത്ത സങ്കടവും മുഖത്ത് വരുത്തിക്കൊണ്ട് ആപ്പിളും കടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്ന പാറുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഒന്ന് തിരിഞ്ഞതും കണ്ടു തന്നെ നോക്കി ഊരയിലും കയ്യൂന്നി നിൽക്കുന്ന അമ്മയെ. മണി പെട്ടെന്ന് അബദ്ധം പറ്റിയ കണക്കേ നിന്നു. എന്തോ ദാ വരണോ? ഇല്ലാത്ത വിളിക്ക് വിളി കേട്ടുകൊണ്ട് മണി ഉള്ളിലേക്ക് ഓടി. ആ, എൻ്റെ കൊച്ചിനെ രാക്ഷസനാക്കിയല്ലേ രണ്ടുപേരും ചേർന്ന്. എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം. ഉള്ളിലേക്ക് ഓർന്നിരുന്ന മണിയെയും നോക്കി ചുണ്ടിൽ പുഞ്ചിരി ഒളിപ്പിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. ഡാ, മോൾക്ക് കാവ് വരെ ഒന്ന് പോകണത്ര. നീ ഒന്ന് കൂടെ ചെന്നേ, എനിക്ക് പോകാൻ കഴിയില്ല. അമ്മയുടെ വാക്കുകൾ കേട്ട് അവൻ പെട്ടെന്ന് മണിയെ നോക്കിയപ്പോൾ അവൾ മറുപടിയും പ്രതീക്ഷിച്ചുള്ള നിൽപ്പാണ്. അവനൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നതും അവളും അവൻ്റെ പിന്നാലെ നടന്നു. മണി, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ടാകാം. നന്ദൻ നടക്കുന്നതിനിടയിൽ പറഞ്ഞതും മണി ചിരിയോടെ അവൻ്റെ കയ്യിൽ തൂങ്ങിപ്പിടിച്ചു. ഇനി അതിൻ്റെ പേരിലൊരു ദേഷ്യം വേണ്ട നന്ദേട്ടാ. ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, അപ്പോഴാണ് അമ്മ ചോദിച്ചത്. അല്ലാതെ ഞാനെന്തിനാ അമ്മയെ കൊണ്ട് ചോദിപ്പിക്കുന്നത്? ഇയാളെനിക്ക് പേടിയില്ലല്ലോ. അവൾ ചിരിയോടെ പറയുന്നത് കേട്ടതും അവൻ ചുണ്ടിലെ പുഞ്ചിരിയോടെ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. അപ്പം നിനക്ക് പേടിയില്ല? അവൻ്റെ സ്വരത്തിൽ കുറുമ്പ് നിറഞ്ഞു. വിരലുകൾ അവളുടെ ഇടുപ്പിൽ പതിഞ്ഞതും അവൾ കുസൃതിയോടെ അവനെ തള്ളി മാറ്റി. വേണ്ടാട്ടോ, നിങ്ങളെയല്ല എനിക്ക് പേടി, നിങ്ങളുടെ സ്വഭാവത്തിലുള്ള മാറ്റത്തിലാണ്. ആദ്യം നല്ല സ്വഭാവമാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് സ്വഭാവം മാറി ദേഷ്യമാകും. അവൾ കുറുമ്പോടെ പറയുന്നത് കേട്ട് അവൻ ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി. അത് നിന്നോട് മാത്രമല്ലേടി എൻ്റെ മണിക്കുട്ടി. അവൻ്റെ സ്വരത്തിൽ പ്രണയം കലർന്നിരുന്നു. മണിയുടെ ചുണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരിക്ക് പഴയതിലും ജീവൻ കലർന്നു. നാഗത്തറയിൽ കത്തിച്ചു വെച്ച വിളക്കിൻ്റെ വെളിച്ചത്തിൽ രണ്ടുപേരും കണ്ണുകളടച്ച് കൈകൂപ്പി നിന്നു. നന്ദൻ്റെ ഉള്ളിൽ തൻ്റെ മണിയുടെ മുഖമാണെങ്കിൽ മണിക്കുള്ളിൽ തൻ്റെ പ്രണയം സ്ഥാനം പിടിച്ചിരുന്നു. നാഗത്തമ്മാരെ, ഞാൻ ഇന്ന് വരെ ഒന്നേ ചോദിച്ചിട്ടുള്ളൂ, അത് നിങ്ങൾ തന്നു. എങ്ങനെയാണ് ഞാൻ നന്ദി പറയേണ്ടത്? എനിക്ക് ഈ ജന്മം ഒന്നും ചോദിക്കാനില്ല. ഈ ജീവിതം ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു തീർക്കാൻ അനുഗ്രഹം നൽകിയാൽ മാത്രം മതി. മെല്ലെ കണ്ണുകൾ തുറന്നപ്പോൾ തന്നെ അത് കണ്ണിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ച് കവളിലേക്ക് ഒലിച്ചിറങ്ങിയിരുന്നു. അവളുടെ ഉള്ളിൽ നിറയെ ഓർമ്മകളായിരുന്നു. അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണപ്പോഴാണ് അവൾക്ക് ഇതുവരെ താൻ കരയുകയായിരുന്നുവെന്ന് മനസ്സിലായത്. അവൾ വേഗം തന്നെ കണ്ണുകൾ തുടച്ചു. അവനൊന്നും മിണ്ടാതെ അവളെയും കൂട്ടി പുറത്തേക്ക് നടന്നു. ക്ഷേത്രത്തിൽ 1000 ദീപങ്ങൾ ഒരുമിച്ച് തെളിയിക്കുമ്പോഴും അവൾക്കൊറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ജന്മം തമ്മിൽ പിരിക്കരുതേ എന്ന്. നീ എന്ത് കണ്ടിട്ടാടി എന്നെ ഇത്രയും വർഷം നെഞ്ചി കൊണ്ടടന്നത്? ഏറുമാടത്തിൽ അവൻ്റെ തോളിൽ തലവെച്ച് കിടക്കുന്നവളുടെ കൈകളിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ ചെറുചിരിയോടെ തല ഉയർത്തി അവൻ്റെ കവിളിലൊന്ന് ചുണ്ടമർത്തി. ഒന്നും അറിയാത്ത പ്രായത്തിലാണെങ്കിലും നന്ദേട്ടനൊന്നും ചിന്തിച്ചുകൊണ്ടല്ല എങ്കിലും ഇങ്ങനെയൊരു ഉമ്മ എൻ്റെ കവിളിൽ എൻ്റെ 10ാം വയസ്സിൽ തന്നിട്ടുണ്ട്. അതെന്നെക്കൊണ്ട് മറക്കാൻ കഴിഞ്ഞില്ല നന്ദേട്ടാ, അതുകൊണ്ടാണ് ഇത്ര ഇഷ്ടം തോന്നിയത്. അവളുടെ വാക്കുകൾ അവൻ അത്ഭുതമായിരുന്നു. തനിക്ക് പോലും ഓർമ്മയില്ലാത്ത കാര്യം, ഒരു പക്ഷേ തൻ്റെ ചിന്തയിൽ മണിക്കുട്ടി ഇല്ലാത്ത കാലം. അന്ന് നൽകിയൊരു ചുംബനത്തിന് തൻ്റെ ജീവൻ തന്നെ തിരികെ നൽകിയവൾക്ക് എന്താണ് തിരികെ നൽകേണ്ടത്? ആ സ്നേഹത്തിന് മുന്നിൽ താൻ ചെറുതായി പോവുകയാണല്ലോ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളുടെ കവിളിൽ തന്നെ ചുണ്ടമർത്തി. അന്നത്തെ വാത്സല്യത്തോടെ തന്നെ, അത്രമേൽ പ്രണയത്തോടെ ഇന്നും അവളുടെ ഉള്ളിൽ ആ 16കാരനായിരുന്നു. നമുക്ക് പോകണ്ടേ? തന്നിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവൻ്റെ കണ്ണുകൾ കണ്ട് അവളൊരു പതർച്ചയോടെ ചോദിച്ചതും ആ ചൊടികളിലെ വിറയലിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവൻ ചിരിയോടെ തലയാട്ടി. നിനക്ക് പേടിയുണ്ട് കേട്ടോ മണിക്കുട്ടി. അവൻ്റെ കുസൃതി നിറഞ്ഞ വാക്കുകൾ കേട്ട് അവൾ കള്ളപരിഭവത്തോടെ അവനെ തള്ളിമാറ്റിക്കൊണ്ട് ഏറുമാടത്തിൽ നിന്നും ചാടിയിറങ്ങി. അവനും ചുണ്ടിലെ പുഞ്ചിരി മറച്ചു പിടിക്കാതെ അവളുടെ പിന്നാലെ ഇറങ്ങി മുണ്ടും മടക്കി കുത്തി അവൾക്ക് പിറകെയായി തന്നെ നടന്നു. അവളുടെ കളിച്ചിരികൾ അവനെ പഠിപ്പിച്ച വലിയൊരു പാഠമുണ്ട്. വേദനിപ്പിച്ചവരെയും ഗാഢമായി പ്രണയിക്കാൻ കഴിയുന്ന ഒരത്ഭുതമാണ് പെണ്ണ് എന്ന വലിയ പാഠം. ആഹാ, വന്നല്ലോ. കയറി വന്നതും മണിയെ എതിരേറ്റത് ഗൗതമിൻ്റെ വാക്കുകളാണ്. അവൾ ആവേശത്തോടെ ഉള്ളിലേക്ക് ഓടിയതും കാണുന്നത് ഉമ്മറത്ത് തന്നെ ഇരുന്ന് ഫോണിൽ ലുഡോ കളിച്ചുകൊണ്ടിരിക്കുന്ന ഏട്ടനെയും പാറുവിനെയും മുത്തശ്ശിയെയാണ്. ഇവർക്കിപ്പോഴൊരു മാറ്റം ഇല്ലല്ലോ എൻ്റെ ദൈവമേ. നന്ദൻ അറിയാതെ തന്നെ പറഞ്ഞുപോയി. 3ഉം ഒരമ്മ പെറ്റാളിയന്മാരെ പോലെയുണ്ട്. ഇത് കള്ളക്കളി. ഏട്ടൻ എൻ്റേതെന്തിനാ കളിച്ച്? ഏട്ടൻ്റെത് കളിച്ച് കഴിഞ്ഞതല്ലേ? പാറു ബഹളം വെച്ചു. നിനക്കെപ്പോഴാ പാറു എൻ്റെ നിൻ്റെത് എന്നൊക്കെ ആയത്? നമ്മുടേതല്ലേ പാറുക്കുട്ടിയെ? അവളുടെ കവിളിലൊന്ന് പിടിച്ചു കുലുക്കിക്കൊണ്ട് ഗൗതം ചോദിച്ചു. ഗൗതം സോപ്പിങ്ങിലാണ്. പാറുവിൻ്റെ കൈ തട്ടി തെറിപ്പിച്ചു. എനിക്കങ്ങനെ ഉണ്ടെങ്കിലോ? കള്ളക്കളി കളിച്ചതും പോലെ ന്യായം പറയുന്നോ? പാറു മോന്തി അങ്ങ് കൂർപ്പിച്ച് വെച്ചു.
അടുത്ത നീക്കം എന്താണെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഗൗതം ആദ്യം തന്നെ ഫോൺ എടുത്ത് പോക്കറ്റിലിട്ടു. താൻ എന്താണോ ഈ കാണിക്കുന്നത്? കളിച്ച് പകുതിയായിട്ടില്ല അപ്പോഴേക്കും എടുത്തു വെച്ച്. തന്നോടൊക്കെ ദൈവം ചോദിക്കും. വാ മുത്തശ്ശി, ഈ മാക്കാൻ്റെ അടുത്ത് ഇരിക്കണ്ട, ഞാൻ മുത്തശ്ശിക്ക് ക്യാൻഡി കൃഷി പഠിപ്പിച്ചു തരാം. പെട്ടെന്നുള്ള അവളുടെ മാറ്റം കണ്ട് ഗൗതം അന്തം വിട്ടുകൊണ്ട് അവൾ മുത്തശ്ശിയുടെ കയ്യും പിടിച്ച് പോകുന്നത് നോക്കി നിന്നു. നന്ദൻ ചിരി ഒതുക്കാൻ പാടുപെടുന്നുണ്ട്. മണിയും ചിരിച്ചുകൊണ്ട് ഗൗതമിൻ്റെ അടുത്ത് വന്നിരുന്നു. ശരിക്കും അവൾക്ക് എന്താ അസുഖം? ഇടയ്ക്കിടയ്ക്ക് ഭാവം മാറുന്നുണ്ട്. യാതൊരു ബോധവും കൂടാതെയുള്ള ഗൗതമിൻ്റെ ചോദ്യം കേട്ട് നന്ദൻ അവൻ്റെ തോളിലൊന്ന് തട്ടി. നീയായിട്ടെടുത്ത് വെച്ചതല്ലേ, പെങ്ങളായതുകൊണ്ട് പറയുകയല്ല. നല്ല മൂത്ത ഇനം ഭ്രാന്ത അവൾക്ക്. കഴിഞ്ഞ തവണ അവളുടെ പരിപ്പ് വട എടുത്തു എന്നും പറഞ്ഞ് അച്ഛനെ ഇട്ട് വീടിന് ചുറ്റും ഓടിച്ചവളാ. ഞാൻ കരുതി കല്യാണം കഴിഞ്ഞപ്പോൾ ഇച്ചിരി പക്വത വന്നു എന്ന്. നിന്റെ വിധി. എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചോ, ഉറക്കത്തിലാണ് ബാധ കൂടുന്നതെങ്കിൽ കഴുത്തി പിടിക്കും. നന്ദൻ അവനെ നല്ലോണം ഒന്ന് പേടിപ്പിക്കുന്ന തിരക്കിലാണ്. ഗൗതം വിശ്വസിക്കും, അനുഭവം ഗുരു എന്നാണല്ലോ. അവൾ പിടിക്കുന്നിടത്തുള്ളത് തന്നെയാ. ഗൗതം അറിയാതെ തന്നെ പറഞ്ഞു, സ്വയം കഴുത്തിലൊന്ന് തൊട്ടു നോക്കി. ഈ മനുഷ്യൻ എൻ്റെ പൊന്നു ചേട്ടാ, ഇങ്ങനെ പാവത്തിന് പാര വെക്കുന്നതാ. മണി ഇടപെട്ടു. നന്ദൻ്റെ കയ്യിലൊന്ന് അടിച്ച് കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് മണി പറഞ്ഞതും ഗൗതം ആണോ എന്നർത്ഥത്തിലൊരു നോട്ടം. മണി ഒന്ന് തല ഉലുക്കി. ആന്നേ, അവൾക്ക് ഭ്രാന്തുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നല്ല മുഴുവട്ടല്ലേ, അവൾ കഴുത്തി പിടിക്കാനൊന്നും നിൽക്കില്ല. അമ്മിക്കല്ല് വെച്ച് തലയ്ക്കൊരൊറ്റ ഒന്ന്, അതോടെ കഴിഞ്ഞില്ലേ. മണിയുടെ ഡയലോഗ് കേട്ട് ഇപ്രാവശ്യം ഗൗതമിൻ്റെ കൈ തലയിലായിരുന്നു. നന്ദൻ നീ നിരാശപ്പെടുത്തിയില്ല എന്നൊരു നോട്ടം മണിയിലേക്ക്. ഞാൻ തന്നെ എന്ന ഭാവമാണ് മണിയിൽ. പോടി എവിടുന്ന്, മനുഷ്യനെ വെറുതെ പേടിപ്പിക്കല്ലേ. അല്ലേ തന്നെ രണ്ടും എഴുന്നേറ്റ് പോയിനടാ. നെഞ്ചന മതനം കളഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖമാണ് മഹാഭാവികളെ കിട്ടുന്നത്? രണ്ടിനെയും ആട്ടിവിട്ടുകൊണ്ട് ഗൗതം ചോദിച്ചതും രണ്ട് മുഖത്തോട് മുഖം നോക്കി ഒന്നിരിച്ച്. ഒരു മനസ്സുഖം, രണ്ടും ഒരേ ഇണത്തിൽ പറഞ്ഞു. മണി. നഗ്നമായ തൻ്റെ നെഞ്ചിൽ വിയർപ്പോട് പറ്റിക്കിടക്കുന്ന അവളുടെ മുടിയൊന്ന് വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൻ വിളിച്ചതും അവൾ കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ തന്നെ മുഖമൊളിപ്പിച്ചു. മണിയേ. അവൻ്റെ വിരലുകൾ അവളുടെ നെറ്റിയിൽ തലോടി. ആ രോമക്കാടുകളിൽ മുഖം ചേർത്തുകൊണ്ട് തന്നെ അവൾ വിളിയേറ്റു. അവൻ ചിരിയോടെ അവളുടെ നെറുകയിലൊന്ന് ചുണ്ട് ചേർത്ത് അവനോടൊന്നുകൂടെ ചേർത്ത് കിടത്തി. എനിക്കിഷ്ടമാണ് കേട്ടോ മണിയെ. അവളുടെ അതേ താളത്തിൽ തന്നെയുള്ള അവൻ്റെ സംസാരം കേട്ട് അവളുടെ കവിളുകൾ നാണത്താൽ ചുവന്നു. അവളുടെ ചുണ്ടുകൾ നെഞ്ചിൽ മുദ്രണം ചാർത്തി. ആണോ നന്ദേട്ടാ? അവളുടെ സ്വരത്തിൽ ഒരു ആകാംക്ഷ കൂടി കലർന്നിരുന്നു. അവൻ ചിരിയോടെ അവളുടെ നെറുകയിൽ മുത്തി. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും നിന്നെ പ്രണയിക്കാൻ, സ്നേഹിക്കാൻ കൊതി തോന്നുന്നു മണിക്കുട്ടിയെ. ആ സ്നേഹത്തിൻ്റെ പേരിൽ നിന്നോട് മത്സരിക്കാൻ വാശി തോന്നുന്നു. നിന്നെ പരാജയപ്പെടുത്താൻ ആഗ്രഹം തോന്നുന്നു. അവൻ്റെ വാക്കുകളിൽ വല്ലാത്തൊരാവേശമുണ്ടായിരുന്നു. അവൾ കൈയെത്തിച്ച് അവൻ്റെ താടി രോമങ്ങളിൽ തൊട്ടു. ഈ ലോകത്ത് ഏറ്റവും നന്നായി സ്നേഹിക്കുന്നത് നന്ദേട്ടനാണ്. എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ട് സ്നേഹിക്കാൻ. പക്ഷേ നന്ദേട്ടനോ ഒരു കാരണവുമില്ലാതെ തോന്നിയ ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ എന്നെ ജീവിതത്തിലേക്ക് കൂട്ടിയില്ലേ? അതല്ലേ യഥാർത്ഥ പ്രണയം? എല്ലായിടത്തും എനിക്കൊരു പടി മുകളിലാണ് നന്ദേട്ടൻ. അതങ്ങനെയാണ്, അങ്ങനെ മതി. ഈ മണിക്കുട്ടി ജനിക്കുന്നതെല്ലാം അവിടെ. അവളുടെ ചുണ്ടുകൾ അവൻ്റെ കഴുത്തിനിടയിൽ പതിഞ്ഞു. അവളുടെ വാക്കുകൾ അവനിൽ വല്ലാത്തൊരു വികാരത്തെ നിറച്ചിരുന്നു. അവൻ അവളുടെ മുഖം മെല്ലെ ഉയർത്തി ആ ചുടികളിൽ തൻ്റെ അധരങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോൾ രണ്ടുപേരിലും പ്രണയമായിരുന്നു. പ്രണയമെന്ന വികാരം മാത്രം. മണി. ഉള്ളിൽ നിന്നും നന്ദൻ്റെ വിളിയെത്തി. അടുക്കളയിൽ എന്തോ തിരക്കിട്ട പണിക്കിടെ അവൾ അമ്മയൊന്ന് ദയനീയമായി നോക്കി. നീ പോയിട്ട് വാ മോനെ, അവൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതാവും. അവളുടെ നോട്ടം കണ്ട് അമ്മ പറഞ്ഞതും അവൾ ഇരു കൈകളും ധാവണിശിലയിൽ അമർത്തി തുടച്ചുകൊണ്ട് മുകളിലേക്ക് കയറി. എന്താ നന്ദേട്ടാ മണി എന്ന് വിളിച്ച് പോകുന്നത്? എല്ലാവരും ചോദിക്കൽ തുടങ്ങി, ഈ ചെക്കന് മാത്രമേ ഭാര്യയുള്ളൂ എന്ന്. മണിക്കുട്ടി അമ്മയുടെ മുന്നിൽ ചമ്മിയ ദേഷ്യത്തിൽ പറഞ്ഞതും അവൻ ചെറുചിരിയോടെ അവളുടെ നെറുകയിൽ ചുവന്നു കിടക്കുന്ന സിന്ദൂരരേഖ വീണ്ടും ചുവപ്പിച്ചു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കിക്കൊണ്ട് സിന്ദൂരത്തിൽ കൈകൾ ചേർത്തു. ഞാൻ ഇട്ടായിരുന്നല്ലോ. പക്ഷേ അതെൻ്റെ അവകാശമാണ്. നിൻ്റെ സിന്ദൂരരേഖ ചുവക്കേണ്ടത് ഞാൻ ചാർത്തി തരുന്ന സിന്ദൂരം കൊണ്ടായിരിക്കണം. അതെൻ്റെ ഒരു ആഗ്രഹമാണെന്ന് കുട്ടിക്കും. അവൻ പുഞ്ചിരിയോടെ പറയുന്നത് കേട്ട് അവൾ ചുണ്ടിൽ പുഞ്ചിരി തെളിച്ചുകൊണ്ട് അവനെ നോക്കി നിന്നു. ഇനി പൊക്കോ, ഞാനായിട്ട് മോളുടെ സമയം കളഞ്ഞു എന്ന് അമ്മ പറയാൻ പാടില്ല. ചെല്ല്. അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ ഉയർന്നു വന്ന് അവൻ്റെ താടിത്തുമ്പിൽ ചുണ്ടമർത്തിയതും ഒരുമിച്ചായിരുന്നു. അവൻ ആകെ ഒന്ന് ഞെട്ടിക്കൊണ്ട് നിന്നതും അവൾ ചിരിയോടെ അവൻ്റെ കയ്യിൽ കുഞ്ഞടി വെച്ചു കൊടുത്തു. ഈ 5 ഇഞ്ച് കൊണ്ട് അവിടെ എത്തൂട്ടോ നന്ദേട്ടാ. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ വലുതായ നെറ്റി തരാട്ടോ, ഇപ്പം അങ്ങോട്ട് പറ്റുന്നില്ല. അവൾ കുസൃതിയോടെ പറയുന്നത് കേട്ട് അവൻ ചിരിയോടെ അവൾ എടുത്തുയർത്തി. പെട്ടെന്നായതുകൊണ്ട് തന്നെ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവൾ ആ ഞെട്ടിൽ പുറമേ പ്രകടിപ്പിച്ചില്ല.
ഇനി തരാമല്ലോ, അവൻ കുറുമ്പോടെ ചോദിച്ചു. അവളും പുഞ്ചിരിയോടെ അവൻ്റെ നെറ്റിയിൽ ഒന്ന് ചുണ്ടു ചേർത്തു. മണിക്കുട്ടി! പാലും പിടിച്ച് വയല് കടക്കുമ്പോൾ നീട്ടിയുള്ളൊരു വിളി അവളിലേക്ക് ചെന്നു. അവൾ സംശയത്തോടൊന്ന് തിരിഞ്ഞു നോക്കിയതും കണ്ടു കയ്യിലൊരു പുസ്തകവുമായി മുണ്ടും മടക്കി കുത്തി ചിരിയോടെ വരുന്ന വിച്ചുവിനെ. അവളും പുഞ്ചിരിയോടെ അവന് വേണ്ടി കാത്തുനിന്നു. ആഹാ, ഇന്ന് നേരത്തെയാണല്ലോ, എന്തെങ്കിലും പുസ്തകം വരാനുണ്ടോ? അവളുടെ കൂടെ നടന്നുകൊണ്ട് വെച്ച് ചോദിച്ചതും അവൾ മെല്ലെ ഒന്ന് തല കുലുക്കി. പാറുവിനെയും കൊണ്ട് ഏട്ടൻ ഒരിടം വരെ പോയേക്കുക. അപ്പോൾ വെറുതെ ഇരുന്ന് മടുപ്പ് തോന്നി, അതുകൊണ്ട് കുറച്ച് മുന്നേ അങ്ങിറങ്ങി. അവൾ കയ്യിലെ പുസ്തകം ഒന്ന് ചുരുട്ടി ഉള്ളം കയ്യിൽ മെല്ലെ തട്ടിക്കൊണ്ട് പറയുമ്പോഴും അവൻ്റെ കണ്ണുകൾ അവളുടെ പുസ്തകത്തിലേക്കായിരുന്നു. അപ്പം നന്ദനോ? നന്ദേട്ടന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, പരീക്ഷയൊക്കെ ഇങ്ങ് അടുത്തില്ലേ. ഇനി പിള്ളേർക്ക് റിവിഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആൾ ബിസി ആയിരിക്കും. ഭയങ്കര പഠിപ്പിക്കലാ. അല്ല, ബിച്ചേട്ടൻ ഇന്ന് പോയില്ലേ? പെട്ടെന്നായിരുന്നു അവളുടെ ചോദ്യം. ബിച്ചു ഇല്ല എന്ന അർത്ഥത്തിലൊന്ന് തലയാട്ടി. നിന്റെ കെട്ടുവനെ പോലെ പിള്ളേർക്ക് മനസ്സിലാകാത്ത വിഷയമൊന്നും അല്ലല്ലോ ഞാൻ പഠിപ്പിക്കുന്നത്. മലയാളമല്ലേ, എഴുതാനും വായിക്കാനും അറിയാവുന്ന എല്ലാവരും പാസ്സാകും. അതുകൊണ്ട് സ്പെഷ്യലൊന്നും വെച്ചില്ല. പിന്നെ വൈശുവിനൊരു ആലോചന, അതൊന്ന് അന്വേഷിക്കാനും പോയി. നിന്നേക്കാൾ മൂത്തതല്ലേ അവൾ, ഒരു ജോലിയുമായി. ഇനി അതങ്ങ് മാറ്റി വെക്കണ്ടെന്ന് കരുതി. ആണോ? അങ്ങനെയാണെങ്കിൽ ഉടനെ ഒരു കല്യാണം കൂടാലോ മാഷേ. അല്ല, നിങ്ങളെ സദ്യ എന്നാ ഞങ്ങൾക്കൊക്കെ തരുന്നത്? കൂട്ടുകാർ രണ്ടാളും പെണ്ണ് കെട്ടിട്ടോ, ഇനിയും താമസിച്ചാൽ മോശമാണേ. അവളൊരു കളിയിൽ പറയുമ്പോഴും അവളുടെ ഉള്ളിൽ ഒരു ഭയമുണ്ടായിരുന്നു, അവൻ്റെ റിയാക്ഷൻ എന്താകുമെന്നോർത്ത്. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായി അവൻ ചെറുചിരിയോടെ അവളെ നോക്കി. ഒരു സദ്യക്കുള്ള വക ഈ സമയം ഞാൻ ആലോചിക്കുന്നില്ല. അതിനേക്കാൾ വലുതായി എനിക്ക് ചെയ്തു തീർക്കാൻ ചില പരിപാടികളുണ്ട്. നമ്മുടെ സ്കൂളിൽ ഒരു കുഞ്ഞു ലൈബ്രറി തുടങ്ങി ഈ നാട്ടിൽ തന്നെ ജനങ്ങൾക്ക് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും വായിക്കാനും എല്ലാം തുണ നൽകുന്ന നമ്മുടെ വായനശാലയുടെ പുനർനിർമ്മാണം വരെ. അതെല്ലാം തീർത്ത് മനസ്സിന് പിടിച്ചൊരാളെ കണ്ടാൽ ഓഫ് കോഴ്സ് വിവാഹം കഴിക്കും. അതുവരെ സദ്യയും ചോദിച്ചങ്ങ് വന്നാലുണ്ടല്ലോ തല്ലി ഓടിക്കും ഞാൻ. വളരെ ഗൗരവത്തിൽ തുടങ്ങിയ കാര്യങ്ങൾ തമാശകളിലായിരുന്നു അവൻ അവസാനിപ്പിച്ചത്. അവളുടെ ചുടുകളിലും ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവനോടൊപ്പം നടക്കുമ്പോൾ ഒരേട്ടൻ്റെ തണലിലായിരുന്നു അവൾ. എന്താ നന്ദേട്ടാ, എനിക്ക് ഉറങ്ങണം. നന്ദൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് മണി ചിണുങ്ങി. നന്ദൻ ചിരിയോടെ അവളുടെ തലയിൽ തലോടി. മടി കാണിക്കാതെ എണീക്ക് പെണ്ണെ, വന്നിട്ട് നമുക്ക് ഉറങ്ങാനേ. എണീക്കെൻ്റെ മണി. അവൻ അവളെ ബലമായി പിടിച്ചെഴുന്നേൽപ്പിച്ചതും അവൾ കണ്ണുകളൊന്ന് തിരുമ്മി ചിണുങ്ങിക്കൊണ്ട് അവനോട് ചേർന്നിരുന്നു. എങ്ങോട്ടാ? അവൻ്റെ കൈകളിൽ ഒതുങ്ങിക്കൂടി നടക്കുമ്പോൾ അവൾ കൊഞ്ചലോട് ചോദിച്ചതും അവൻ ചെറുപുഞ്ചിരിയോടെ അവളുടെ നെറുകയിൽ ആ സിന്ദൂര ചുവപ്പിൽ ഒന്ന് ചുംബിച്ചു. അവൻ വയലിൻ്റെ നടുവിലുള്ള ഏറുമാടത്തിൽ അവളെ കയറ്റിയിരുത്തി അവനും കയറിയിരുന്നു. മണിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്താ നന്ദേട്ടാ അത്? ഇതിനാണ് ഉറങ്ങിക്കിടന്നാനെ വിളിച്ചോണ്ട് വന്നത്? ഇത് കഷ്ടമാണ് കേട്ടോ. അവനെ ഒന്ന് പരിഭവത്തോടെ നോക്കിക്കൊണ്ട് പറയുന്നത് കേട്ട് അവനൊരു ചെറുചിരിയോടെ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കുകയായിരുന്നു. ഇന്ന് വരെ അവൻ്റെ കണ്ണുകളിൽ അങ്ങനെയൊരു ഭാവം അവൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്താ മോനെ, എന്താ ഉദ്ദേശം? കാര്യം നിസാരം. പറഞ്ഞു തീരും മുന്നേ ഒരു എൻവലപ്പ് അവൾക്ക് നേരെ നീട്ടിയിരുന്നു. അവളൊന്നും മനസ്സിലാകാതെ അവനെ നോക്കിയതും അവൻ ചിരിയോടെ അതിലേക്ക് കണ്ണ് കാണിച്ചു. അവൾ അറിയാതെ തന്നെ അത് വാങ്ങി. ഒന്ന് പൊട്ടിച്ചു നോക്കടി മണിയെ, അവൻ കുസൃതിയോടെ പറഞ്ഞു. അവൾക്കെന്തോ ഉള്ളിലൊരു പേടി. അവൾ മെല്ലെ അതിൻ്റെ മുകൾ ഭാഗം കീറിയെടുത്തതും ഉള്ളിലെ പുസ്തകം കണ്ട് അവളുടെ കണ്ണുകൾ താനെ നിറഞ്ഞു വന്നു. അവളൊരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിഴലായി ജാൻവി വിശ്വനാഥൻ. അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പ്രയാസം തോന്നി. ഒരാളും കാണാതെ ഒളിപ്പിച്ചു വെച്ച രചന. അവൾക്ക് അവനോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചുണ്ടുകളുടെ വിറയലിൽ എല്ലാം ഒതുങ്ങി. അവനെല്ലാം അറിയാവുന്നവനെ പോലെ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയുടെ സൈഡിലായി ചുണ്ടുകൾ ചേർത്തു. നീ നഷ്ടപ്രണയത്തിൻ്റെ രക്തസാക്ഷിയല്ല മണിക്കുട്ടി, എന്നിലെ പ്രണയത്തിൻ്റെ ഒരേ ഒരു അവകാശിയാണ്. അവൻ്റെ സ്വരം അത്രമേൽ ആർദ്രമായിരുന്നു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു. നന്ദേട്ടനാണ് ഇതൊക്കെ? എന്താ എന്നോട് പറയാതിരുന്നത്? അവളുടെ സ്വരത്തിൽ ഇടർച്ചയുണ്ടായിരുന്നു. അവൻ പതിയെ പുഞ്ചിരി തൂക്കി. എന്നോ ഒരു തമാശയ്ക്ക് തുടങ്ങിയ മോഷണമാണ് നീ എഴുതി വെക്കുന്ന ഓരോന്നും. അത് മെല്ലെ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത് നീ എത്ര നല്ല എഴുത്തുകാരിയാണെന്ന്. നിന്നോട് പറഞ്ഞാൽ എന്നോടുള്ള വാശിക്ക് ഇതൊക്കെ വേണ്ടാന്ന് വെച്ചാലോ, അതുകൊണ്ടൊന്നും പറയാതിരുന്നത്. അവൻ അവളുടെ ചെവിക്കരികിൽ ചുണ്ടു ചേർത്തുകൊണ്ട് പറഞ്ഞു. അവളൊന്ന് വിതുമ്പിക്കൊണ്ട് അവനെ വട്ടം പിടിച്ചു. എനിക്കറിയില്ലായിരുന്നു നന്ദേട്ടാ, നിഴലായി എന്നും ഇയാളെൻ്റെ കൂട്ടിനുണ്ടായിരുന്നു എന്ന്. ഇയാളുടെ നിഴല് പറ്റിയാണ് ഞാൻ നടന്നിരുന്നതെന്ന്. സോറി. ഇത്രമേ പ്രണയിക്കാൻ ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തത് എൻ്റെ ഈശ്വര. അവൾക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു. അവൻ അവളെ തന്നോട് ചേർത്തണച്ചു. പുണ്യം,
അത് ഞാനല്ലേടി ചെയ്തത്. ഇങ്ങനൊരു പെണ്ണിനെ പാതിയായി ലഭിക്കാൻ. എൻ്റെ മണിക്കുട്ടി ഇനിയും ഉയരങ്ങളിലെത്തും, എന്നേക്കാളേറെ, ഈ ലോകത്ത് വേറെ ആരേക്കാളും ഏറെ. അതുവരെ ഒരു നിഴലായി ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. എൻ്റെ ചീമക്കൊന്നയുടെ ഘടോത്കജനായി. അവനിൽ പ്രണയമായിരുന്നു, ഇനി ഒരിക്കലും ഒരു മടക്കമില്ലാത്ത അവളോടുള്ള പ്രണയം. അവൾ കരഞ്ഞു ചിരിച്ചും കൊണ്ട് അവൻ്റെ നെറ്റിയിൽ പ്രണയത്തോടെ ചുംബിച്ചു. രാക്കാറ്റിൻ പ്രണയമേറ്റ് നെൽക്കതിരുകൾ നാണത്താൽ തലകുനിച്ച രാത്രിയിൽ അവൻ്റെ പ്രണയത്താൽ മനസ്സ് നിറഞ്ഞ ഒരു പെണ്ണായിരുന്നു അവൾ. പ്രണയം ഒരിക്കലും ഒരു മടക്കമില്ലാത്ത ഒരു ലോകത്തേക്ക് മനുഷ്യനെ എടുത്തു ചാടുന്നു. ഈ ലോകത്ത് ഏറ്റവും മനോഹരമായ ലോകം പണിയുന്നു. പ്രണയം ഒരേ ഒരു വികാരം മാത്രം.